കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി വന്നാലുടൻ അന്തിമ പ്രഖ്യാപനം ഉണ്ടാകും. SIR നടപ്പാകും മുൻപ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും. മനീഷ് മഹിപാല വാർത്തകൾ ഒരുങ്ങുമ്പോൾ മനീഷ്, SIR പ്രശ്നരഹിതമാകാനുള്ള കാരണം അത് ഉറപ്പായും ബീഹാർ തന്നെയാണ്. 65 ലക്ഷം പേരെ ഒഴിവാക്കുന്നു. പലരെയും മരിച്ചു ഒഴിവാക്കിയവർ എന്ന് പറഞ്ഞവർ കോടതിയിൽ ഹാജരാവുന്ന വിചിത്ര സംഭവങ്ങൾ ഉണ്ടാവുന്നു. ABCD ഫോർമാറ്റിൽ വട്ടപൂജ്യമുള്ള വീട്ടുപേരുകളൊക്കെ അവിടെയും ഒരുപാടായി കാണപ്പെടുന്നുണ്ട്. ആധാർ സ്വീകരിക്കില്ല എന്ന് പറയുന്ന കമ്മീഷൻ കോടതിയിൽ ആധാർ സ്വീകരിക്കാമെന്ന് സമ്മതിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് SIR എന്ന് കേൾക്കുമ്പോൾ അതൊരു പ്രശ്നമാണ് എന്ന് തോന്നലുണ്ടാവുന്നത്. കേരളത്തിൽ അത് ഏത് രീതിയിലാകണം ആകും മനീഷ്? ഹാഷ്മി, നേരത്തെ സുപ്രീം കോടതിയുടെ പരിഗണന ഉണ്ടായിരുന്ന വിഷയമായിരുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ റേഷൻ ID അല്ലെങ്കിൽ വോട്ടർ ID പരിഗണിക്കുകയില്ല എന്ന് വന്നിരുന്നു. പക്ഷേ പിന്നീട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ആധാർ കാർഡ് കൂടി പരിഗണിക്കും എന്ന ഇലക്ഷൻ കമ്മീഷൻ കൂടി അതിൽ ഒരു തീരുമാനം അറിയിച്ചതുകൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വലിയ വിമർശനങ്ങൾ പിന്നീട് കുറഞ്ഞു വന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലും പല അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കീർണതകളും ഇപ്പോഴും ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം. 2003 ഇത് അവസാനമായി ബീഹാറിൽ നടപ്പിലാക്കിയത്. പിന്നീട് അതിനുശേഷം പല സ്ഥലങ്ങളിലും ഇത് നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് പല വിമർശനം ഉണ്ടായിരുന്നു. BJP സംബന്ധിച്ച് അത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയാണ്, അത് വെട്ടിനിരത്തലാണ്, പ്രത്യേക വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള BJPയുടെ ഒരു ടാക്ടിക്സാണ്, ഇലക്ഷൻ ടാക്ടിക്സ് ആണെന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം ഉണ്ടാകണമെങ്കിൽ അത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി അതിലൊരു തീരുമാനം അറിയിച്ചാൽ അത് അടുത്ത മാസത്തോടുകൂടി നടപ്പിലാകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിൽ ഒക്ടോബറോടുകൂടി തന്നെ ഇത് നടപ്പിലാകുമെന്നുള്ള കാര്യത്തിൽ സൂചന വന്നിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അടുത്ത 8 മാസത്തിന് ശേഷം അടുത്ത വർഷം മെയ് മാസമാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കുറഞ്ഞ പക്ഷം 6 മാസമെങ്കിലും വേണം. ഇത് പ്രഖ്യാപിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ഇറക്കുന്നതിന് മുൻപിൽ ഇതിൻ്റെ പ്രക്രിയ എന്ന രീതിയിൽ 6 മാസത്തോളം വേണം. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട സ്ക്രൂട്ടിനി പരിശോധനകൾ നടത്തണം. പരിശോധന നടത്തിയ ശേഷം പിന്നീട് അതിൻ്റെ കരട് പുറത്തിറക്കണം. കരട് പുറത്തിറക്കിയ ശേഷം അതിൻ്റെ പരാതികൾ, പിന്നീട് അതിൻ്റെ പരാതികളൊപ്പം തന്നെ കോടതി വ്യവഹാരങ്ങൾ, അതിനുശേഷം 1 മാസം കൂടി പിന്നീട് വേണം. അങ്ങനെ 6-7 മാസം ഇതിനു വേണ്ടി സമയം വേണമെന്നിരിക്കുകയാണ്. ബീഹാറിലടക്കം അതിന് സമയം വേണ്ടത്ര അനുവദിക്കാത്തത് വലിയ വിവാദ വിഷയമായ പശ്ചാത്തലം നമ്മുടെ മുന്നിലുള്ളപ്പോഴാണ് ഇത്രയ്ക്കും സമയപരിധി കുറഞ്ഞൊരു അന്തരീക്ഷത്തിൽ ഇത് കേരളത്തിൽ കൊണ്ടുവരിക എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് 8 മാസങ്ങൾക്ക് ശേഷം നടക്കുന്നത് മാത്രമല്ല, ഇതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ എങ്ങനെ ഇത്തരം സ്ക്രൂട്ടിനികൾ, പരിശോധനകൾ നടത്തും എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായി ചർച്ച നടത്തുമെന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ കേരളം മാത്രമല്ല, മറ്റ് 5 സംസ്ഥാനങ്ങളിൽ കൂടി, കേരളം, അസം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയിട്ടുള്ള 5 സംസ്ഥാനങ്ങളിൽ കൂടി അടുത്ത വർഷം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ, ആധാർ കൂടി പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അനധികൃതമായി കടന്നുകൂടിയ കുടിയേറ്റക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൗരന്മാരെ ഒഴിവാക്കിക്കൊണ്ട് സുതാര്യമായ രീതിയിൽ ഇത് നടപ്പിലാക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പക്ഷേ ഇത് അത്തരത്തിലല്ല. ഇത് അന്യായമായി പല പൗരന്മാരെയും ഒഴിവാക്കാനുള്ള ടാക്ടിക്സാണ്. അങ്ങനെ ഒഴിവാക്കിയ ചരിത്രം അല്ലെ, അങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് അതിൻ്റെ വിമർശനങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വിവാദങ്ങൾ മുന്നിലുള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം അതാണ് അതിലെ പ്രധാനം. അതിലെ രാഷ്ട്രീയ മത്സരം അങ്ങനെയാണ്. ബീഹാറിൽ കൂട്ടത്തോടെ വെട്ടി ഒഴിവാക്കിയത് രാഷ്ട്രീയമായി എതിർച്ചേരിയിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ രാഷ്ട്രീയമായി വോട്ട് കിട്ടാൻ ചാൻസ് ഇല്ലാത്തവരെയാണ് എന്ന പ്രതിപക്ഷ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുമ്പോൾ, അത് കേരളത്തിലേക്ക് SIR വരുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയമായി കൂടി ചർച്ച ചെയ്യും. ഈ പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കൂടിയാലോചനകളിൽ ഈ വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.